പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചുള്ള അമേരിക്കൻ നടപടിയെ വിമർശിച്ച് റഷ്യ രംഗത്ത്. ഹോർമുസിൽ ഇറാനൊപ്പം റഷ്യ ഇറങ്ങിയേക്കുമെന്നും അമേരിക്കൻ ഉപരോധം പ്രതിരോധിക്കുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് നിർണായക നീക്കമെന്നാണ് സൂചന. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗൌരവത്തോടെയുള്ള നയതന്ത്ര ഇടപെടലുകൾ US നടത്തണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും സെർജി ലാവ്റോവ് പറഞ്ഞു. US ലോക സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയാണെന്നും ഹോർമുസ് ഉപരോധിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഇറാൻ മാത്രമല്ലെന്ന് ഓർമ്മ വേണമെന്നും അരാക്ഷി പ്രതികരിച്ചു. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്നതിൽ സംയുക്ത ചർച്ചയ്ക്കായി ലാവ്റോവ് ഉടൻ ബെയ്ജിംഗ് സന്ദർശിക്കും. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ സന്ദർശനത്തിന് ശേഷം നിർണായക തീരുമാനങ്ങൾ പരസ്യമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഹോർമുസിലൂടെ ചൈനീസ് കപ്പലുകൾ സുഗമമായി യാത്ര ചെയ്യുമെന്ന് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉപരോധം പ്രഖ്യാപിച്ചില്ലെങ്കിലും ഹോർമുസിൽ സൈനിക നടപടികൾക്ക് US സൈന്യം ഇതുവരെ മുതിർന്നിട്ടുമില്ല. ചൈനയിലേക്ക് എത്തുന്ന ഇന്ധനത്തിന്റെ 30% ഹോർമുസിലൂടെയാണെന്നിരിക്കെ ട്രംപിന്റെ നടപടിക്കെതിരെ ചൈനയും രംഗത്തിറങ്ങിയേക്കുമെന്ന് സൂചനയുണ്ട്. ഹോർമുസ് ഉപരോധ പ്രഖ്യാപനത്തിന് പിന്നാലെ 15 യുദ്ധക്കപ്പലുകളും F-35 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും അമേരിക്ക വിന്യസിച്ചിരുന്നു. ഇറാന്റെ നാവികശക്തി അമേരിക്കൻ സൈന്യം പൂർണ്ണമായി തകർത്തുവെന്നും ഹോർമുസിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നും ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചുട്ടരിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. അതിനിടെ പശ്ചിമേഷ്യയിലെ സുപ്രധാന രാജ്യങ്ങളായ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ആയുധങ്ങൾക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പതിറ്റാണ്ടുകളായി തുടർന്നുപോകുന്ന പ്രതിരോധ പങ്കാളിത്തത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ പതുക്കെ പിന്നോട്ട് മാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്യാധുനിക വെടിക്കോപ്പുകൾക്കും സൈനിക ഉപകരണങ്ങൾക്കുമായി അവർ ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെയാണ് സമീപിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണത്തിന് കീഴിൽ അമേരിക്കൻ വിദേശ നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനവും മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഗുണകരമല്ലെന്ന് ഗൾഫ് നേതാക്കൾ കരുതുന്നു. ആയുധ കൈമാറ്റത്തിന് അമേരിക്ക ഏർപ്പെടുത്തുന്ന കർശനമായ നിബന്ധനകളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചൈനയും റഷ്യയും ഇത്തരം നിബന്ധനകളില്ലാതെ ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്നത് അവർക്ക് വലിയ ആശ്വാസമാണ്. ഇത് അമേരിക്കയുടെ ആയുധ വിപണിക്ക് വലിയ തിരിച്ചടിയായി മാറും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് നൽകുന്ന അമിത പിന്തുണയും ഗൾഫ് രാജ്യങ്ങളുടെ നീക്കത്തിന് പിന്നിലുണ്ട്. തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക പരാജയപ്പെടുന്നുവെന്ന തോന്നൽ അറബ് ലോകത്ത് ശക്തമാണ്. ഇതിനോടകം തന്നെ ചൈനീസ് നിർമ്മിത മിസൈലുകളും ഡ്രോണുകളും ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ വാങ്ങിത്തുടങ്ങിയിട്ടുമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടത് മേഖലയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം തുടങ്ങാനിരിക്കെ ഗൾഫ് രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അമേരിക്കയുടെ സ്വാധീനം പശ്ചിമേഷ്യയിൽ കുറയുന്നതിന്റെ സൂചനയാണിതെന്ന് നിരീക്ഷകർ പറയുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ ഈ മാറ്റം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ ബാധിക്കും. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളികൾ കൈവിട്ടു പോകുന്നത് വൈറ്റ് ഹൌസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. വരും വർഷങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ കൂടുതൽ രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടും. അമേരിക്കൻ മേധാവിത്വത്തിന് പകരം ബഹുതല പങ്കാളിത്തമാണ് അവർ ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ശാക്തിക ചേരി രൂപപ്പെടുന്നതിന്റെ തുടക്കമാണിത്. ഇറാൻ തുറമുഖങ്ങൾ നാവികമായി ഉപരോധിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് പിന്തുണ നൽകാൻ നാറ്റോ സഖ്യകക്ഷികൾ വിസമ്മതിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പിന്മാറിയത്. ഇതോടെ പശ്ചിമേഷ്യൻ വിഷയത്തിൽ അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.